മധുരം വേണ്ടേ? ആ പോട്ടെ. അമ്മായിന്തരേ അവള് ക്ഷീണിച്ചുറങ്ങായിരിക്കും. ഇവന്റെ കൂടെ പോന്നപ്പോഴേ ഞാൻ വിചാരിച്ചാണ് എന്തെങ്കിലും. തോമസേട്ടാ നീ എപ്പോ വന്നടാ? ഇവരൊക്കെ ഏതാ? ഞാൻ പോന്നുള്ളൂ. ഹോമിലത്തിയാ കൂടെ ചാടിച്ചതാ. രായപ്പണ്ണനോടൊന്ന് പറയണം. അണ്ണൻ പറഞ്ഞ കേൾക്കും. പറഞ്ഞോക്കാം. വാ, വിമാനം കൂട്ടിക്കോ. വാടാ. നിർത്തടാ. സലീമേ, ഇത് ലാസ്റ്റ്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ കന്നന്തുരു കാണിച്ചാൽ എന്തോ ചെയ്യും? ഇനി പോക്കൃത്തരം കാണിച്ചാ നീ വിവരമറിയും. രണ്ടിലൊരെണ്ണം മറിച്ചു വിറ്റല്ലേ. ചെയ്യരുത്. പൈസന്റെ ആവശ്യം വന്നപ്പോ അറിയാണ്ട് ചെയ്തു പോയതാ. നിക്കോടാ. നിർത്തിക്കണ. നിന്നാൽ അവന്മാർക്ക് കൊള്ളാം. കൊള്ളാം, കളക്കിയിട്ടുണ്ട് ഗെറ്റപ്പ്. അത് തന്നെ പണിയായുധം. പഠിക്കലും പരിശീലനവും ഇനി തന്നെത്താനാണ് കേട്ടോ. ഫീൽഡിൽ പുതിയല്ലേ അണ്ണാ, ചിലപ്പോൾ പേടിയുണ്ടാവും. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലേ? പേടിയുണ്ടടേ? ഇല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരാണ്, വലിയ കള്ളന്മാർ. അവർക്കിടയിൽ നമ്മൾ കുഞ്ഞു തുരപ്പന്മാരാണ്. ഇതങ്ങ് മനസ്സിൽ നിരീക്ഷണ്ടാൽ മതി, കാര്യങ്ങൾ എളുപ്പമാവും. ആ താക്കോല് കൊണ്ട് നിങ്ങൾ ഷാർട്ടാക്കാൻ പോണത് വെറും ബൈക്കല്ല, നിങ്ങളുടെ ജീവിതം തന്നെയാണ്. പൊറോട്ട ഓംലെറ്റോ വല്ലോ വേണേ പറഞ്ഞോ, എനിക്ക് കട അടയ്ക്കണം. പെട്ടെന്ന് പറഞ്ഞോട്ടാ, ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ അടയ്ക്കും. രുക്കു, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ? നല്ല കാശുള്ള പാർട്ടിയാണോ?
എത്രയായി? 8 ഡബിൾ താറാവ്, 16 ബ്രെഡ്, 3 കട്ടൻ പൊറോട്ട, 232. ഇത് മതി. നാളെ കാപ്പി കുടിക്കണ്ടല്ലേ? ഫുഡ് അടിച്ചു കഴിഞ്ഞോടെ? ഓ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? എല്ലാം കൊള്ളാം, പക്ഷെ കാശിന്റെ കാര്യമാണ്. എന്താ അണ്ണനൊന്ന് പറഞ്ഞൂടെ? നോക്കട്ടെ, വണ്ടി ഇട. കറങ്ങിനാക്കണ്ട് വീട്ടിൽ പോയി. നീ പോടെ ജന്തു, എനിക്ക് മനസ്സില്ല. അവളെ നീ പൈസ മേടിക്കണ്ടായിരുന്നു. നാണക്കേട്. ദാ കൊണ്ട് തിന്നു. 100 രൂപ ഇത് വെച്ച് വല്ല ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? നീ ബിസിനസ് തുടങ്ങിയോ? കാറ് മേടിക്കോ? എന്ത് വേണം ചെയ്യും? ഇത് വല്ലാത്ത ചമ്മലായിപ്പോയി. അത് ഗേൾസ് ഓൺലി സ്കൂളാ. ഓ പിന്നെ പോലീസുകാരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവത്തിനറിയാം. ഈ പണി നിർത്തണം. കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം ഇവിടെ വരാൻ. എവിടെ നിന്ന് കാശ് വരാനാണ് ബൈ? 10,000 രൂപയുടെ പണിയെടുത്താലും കിട്ടണമെന്ന് നക്കാപ്പിച്ചല്ലേ? അല്ലടാ, നമ്മളിവിടുന്ന് ശരിക്കും പോവോ? നീ പേടിക്കണ്ട, നമുക്ക് അവളെയും പൊക്കാം. ശരിക്കും? ജയിക്കും. നീ പോടെ മൂങ്ങത്തലയാ. വേദന ഉണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിട്ടിന്റെ പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാ. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ്, ഇപ്പോഴല്ല, പിന്നെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും. കാത്തിരിക്കോ നീയെ? എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു, അത് പിന്നെ രാജുണ്ണ വേണ്ട. രാജുണ്ണ. രാജു, ഞാൻ രാജുണ്ണ രാജുണ്ണ വീട്. രാജു, ഞാനൊന്ന് പറയണ്ട.
തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിൽക്കുന്നേ? അംഗം കഴിഞ്ഞു പോയില്ല എല്ലാരും. അണ്ണൻ ഈ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇവന്മാരെ തിരിച്ചെടുത്ത് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലയിൽ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്. കൂട്ടുകാരാണ് പോലും. കുരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ എന്റെ ചായ്പ കൂടിക്കോ. എന്താണ് ഒരു ആലോചന? അവന് നമ്മളെ പോലെയാണോ? വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലോ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെ പെടട്ടെ. കുറെ കാശ് കയ്യിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വാടാ പോവാ. കയറി കൊണ്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് വിട്ടോ ഇത് വളയ്ക്കോടാ. അയാൾ നോക്കണ്ട്. വിട്ടു വിട്ടു വിട്ടോ. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. അത് പിടി. നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. ആ ആ താക്കോലെടുക്ക്. അതല്ല, ആ തീരിൻ്റെ താക്കോലിട്ട് നോക്കി. മറ്റേ അത് തന്നെ. ആരെങ്കിലും ഉണ്ടാവോ? എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ. മിണ്ടാതെ വാടാ.
നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാലോ? എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, വാ നോക്കാം. നടക്ക്. മിണ്ടാരി. മിണ്ടല്ലേ. കൂട്ടിയിട്ടേക്കണെന്ന് എടാ, ഒന്ന് മിണ്ടാരിടാ. തുറക്ക്. നോക്ക്. ദാ, നോക്കവിടെ. ദേ, വാ നോക്കാം. നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. കേറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM-ലെ കയറിയാൽ മതി. നമ്മളെ പറഞ്ഞല്ലേ. ചെല്ല്. ഡാ, ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ? അറിയില്ല, വാ നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പം മറന്നു കാണെങ്കിലോ, പറയാൻ പറ്റത്തില്ല. വാ. എന്തുവാടാ? നോക്ക്. നോക്ക് നോക്ക്. തുറക്കടാ. നീ നോക്കടാ. ആകെ ഇത്രയുള്ള. പിന്നെ ഇത് വല്ലതും കൊണ്ടുവരിക്കൂ. ഉണ്ടായിരടാ. ദാ, പിടി. കൊച്ചാപ്പ പോലെ ബിസിനസ് തുടങ്ങാം. പോടാ വന്ന്. എന്തൊക്കെ പാടുപെട്ടതാണ്. ഇതിലും ഭേദം വല്ല തെണ്ടാൻ പോണത്. കോപ്പ് പണ്ടാറടങ്ങാൻ. എന്താ കട്ടിലാരായിട്ട് കിടപ്പട്ടെ. ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തുന്നു, വെള്ളം വെച്ചില്ല. ആ എന്നടാ ബേ, പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? ആ എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ?
ഇനിയിപ്പോൾ റോഡിൽ റഷ് കൂടും, പുറകെ തന്നെ ബ്ലോക്കും. സമയത്ത് എത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലില്. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എങ്ങനെയാ വന്നത്? വെച്ചോ. കുറെ നാളായി സാറേ ഈൻ്റെ വയ്യന്നിങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. വല്ലാത്ത കഷ്ടപ്പാടുണ്ടാ. നോക്കാം, ഒക്കെ ശരിയാവും. ധൈര്യമായിട്ട് വയ്ക്കോ. നോക്കണ്ട, വോട്ടർ തന്നെയാ. മറ്റേ പയ്യനാ കോളനിന്ന്. ഹലോ, ഞാൻ വിചാരിച്ചു മറന്നെന്ന്. ഞങ്ങൾ എത്തിയേക്കാം, പക്ഷെ ഇത്തിരി കഴിയും. ഇന്ന് കുറെ അധികം പേരുണ്ട്. വോട്ട് വാങ്ങിപ്പോയില്ലേ, ഇതുങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റുമോ? ബേബി ചായനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ. അന്നത്തെ കൂട്ടനായിരിക്കടേ. അപ്പം തിന്നതും പോരാ, എന്നിട്ട് എന്നെ കൊണ്ടൊന്നും. ബേബിച്ചോ, സൂക്ഷിച്ചോ, ഇതൊരു വല്ലാത്ത കളിയാണേ. പന്നെ പൊലയാടിത്തരം പറയരുത്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അപരാധിക്കാന്ന് വരുത്താണോ? പുണ്യാളന്മാര്. ദേ, എന്നെ കൊണ്ടൊന്നും വിളമ്പിക്കല്ലേ. ഞരക്കവും മൂടലും മാത്രം ഉണ്ടല്ലോ. കാറ്റ് പോവോ? അങ്ങനെ കൊള്ളാം. ഞാൻ വരട്ടെ, അടുത്താകുമ്പോ അറിയിക്കാം. ഓരോരുത്തരുടെ ഭാഗ്യം. കിടപ്പ് കണ്ടില്ലേ? നമ്മക്കിതിങ്ങനെ നോക്കിക്കാനേ കിട്ടിയുള്ളൂ. എന്റെ മാവ് പൂക്കും. മോഹന, നിന്റെ അങ്ങേര് നേതാവും MLA-യും കോപ്പും കുടച്ചക്കറൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാ കാര്യം? കൂടെ നടക്കുന്നതിന് ഒരു കാര്യം അങ്ങേര് ചെയ്തു കൊടുക്കത്തില്ല. കോതിപ്പിച്ചുകൊണ്ട് നടക്കും പട്ടിയുടെ മൺ. കുറച്ചൊക്കെ അറിയാലോ. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്തയ്ക്ക് പറക്കാത്ത പല പണികളും കാണിച്ചിട്ടാ പലവന്മാരും പല പദവിയിലും എത്തിയത്. ഇപ്പം മണ്ഡലം കമ്മിറ്റിയിൽ എത്തിയില്ലേ, സഹിച്ചുന്നില്ലേ? നോക്കട്ടെ, ഒരു വെടിക്കളം മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. കോളനി അവിടെ എന്നടാ അവിടെ തന്നെ നിൽക്കുന്നത്? വന്ന് വണ്ടി കയറാൻ പറ. അവനെവിടെ? പഴയ സ്ഥലം തന്നെയാണോ? അല്ല, വേറെ അണ്ണൻ അങ്ങോട്ട് വന്നോളാന്നാ പറഞ്ഞ. നിങ്ങൾ പുറകെ വന്നാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. എടാ പോയി, ഇത് കൊള്ളാലടാ മറ്റേതിനേക്കാളും. ഇവനിത് എങ്ങോട്ടേക്ക് പോണത്? ഹേയ്, നീ ഒന്ന് പിടയ്ക്കാരിടേ. ഒന്നുമില്ലേ, ഈ യാത്ര ഒരു സുഖല്ലേ? മുന്നിൽ അവിടെ ഇങ്ങനെ പോവല്ലേ,
ഒരു വരാല് പോലെ. എടോ ഇത് നമുക്ക് മാത്രം മതി കേട്ടോ. നിന്റെ ഏമാനോട് പോകാൻ പറ. അതെങ്ങനെ ശരിയാവും? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇച്ചിരി ഒന്ന് ശീലിച്ചല്ലേ. മോനോ ഇത് കൊള്ളാലട പോയി. ജീവിതം ആഘോഷിക്കുമ്പോ ഇങ്ങനെയും ചില ചേഞ്ചുകൾ നല്ലതാ അല്ലടോ പോയി. ഇവിടെ ശരിക്കും പടം ഓടിക്കുന്നുണ്ടാവും. നമ്മുടെ പടം ഓടായിരുന്നാ മതി. നീ വാടേ. ബേബിച്ചോ, ഇതെന്താ ഇങ്ങനൊരു സ്ഥലം? കുഴപ്പാവോ? നോക്കാന്നേ, എല്ലാത്തിനും ഒരു ത്രില്ല് വേണ്ടടോ പോയി. ത്രില്ല് എനിക്ക് പേടിച്ചിട്ട് പാടില്ല. ഒന്നുമില്ലാലും നമ്മൾ തടിമാടന്മാരെ ആണുങ്ങളല്ലേ ഇങ്ങനെ പേടിത്തുരുകളായാലോ? അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഓട്ടം അവസാനിച്ചത് തമിഴ്നാട്ടിലാണല്ലേ? കയ്യിലെ കാശ് കയറുന്നപ്പോൾ ബൈക്ക് വെക്കാനുള്ള ശ്രമത്തിൽ പോലീസിന്റെ പിടിയിലുമായി. ഇനിയിപ്പോൾ ജയിലിൽ കഴിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം പോലെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സാറേ. പിന്നെയും മറ്റുള്ളവരൊക്കെ പോലെ ജീവിക്കാനൊരു കൊതി തോന്നി. അതിപ്പോൾ ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി സാർ. പുറത്തെല്ലാമുള്ള ഈ ലോകത്തെക്കാളും നല്ലത് ഞങ്ങൾ ജീവിച്ച ജൂനിയർ ഹോം തന്നെ. മതിലിനുള്ളിലാണെങ്കിലും അവിടെ കൊലയും കൊലപാതകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്താണല്ലോ അതെല്ലാം. കുറ്റം ചെയ്തവരെന്തും കുറ്റവാളികൾ തന്നെ. അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഇളവുകളൊന്നും ഉണ്ടാവില്ല.
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കൊല നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങളാരും കൊന്നിട്ടില്ല. ഇവന്റെ പ്രാണനായിരുന്നു സാറേ അവള്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞനീത്തിയെ പോലായിരുന്നു അവള്. അവളെ കൊന്നവന്മാരെ തീർക്കേണ്ടത് തന്നെയാ. അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷെ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ട് പിടുത്തം. കൂടുതലങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ. ഇലക്ഷനൊക്കെ വിടുന്നേ. ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? ഏയ്, അണ്ണൻ ഈ പരിപാടി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിടായിരുന്നു. അല്ല, അപ്പൊ ഡീലിങ്സ് നമ്മളമ്മ നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതെ മുതലിങ്ങ് വിളിക്കുന്നേ. എന്നാലും എന്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാൽ മതി. എന്നിട്ട് ആ കഴിവേറി എന്ത് ചെയ്യേ? ഓ, അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നല്ലോടാ പട്ടികളെ. ഇങ്ങോട്ട് പോണം. ഞങ്ങളോട് കളിക്കല്ലേ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എസ് സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലതുകാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാൽ പോകത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീയൊന്നും പുറലോകം കാണത്തില്ല. എന്നെ പോലുള്ളവർക്ക് അകവും പുറമെല്ലാം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അകത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതിയ. എടോ, അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. വടി. പാറയ്ക്കൽ നിയോജകമണ്ഡലം MLA ഹരിശ്ചന്ദ്രദാസിന്റെ PA മോഹനന്റെയും പാർട്ടി ഭാവി MLAയും വ്യവസായിയുമായ ബേബി തോമസിന്റെയും തിരോധാനത്തെക്കുറിച്ച് ആശങ്കകൾ തുടരുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിനോ ഭരണപക്ഷത്തിന്റെ പോലീസിനോ ഇതുവരെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനമായിരിക്കുകയാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം. ഇതിപ്പോ കണ്ണ് കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിശ്ചയമായും എന്നെയാണ് ലക്ഷ്യമിട്ടത്. പ്രതിപക്ഷം കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഇറക്കിയിരിക്കല്ലേ. ഈ തിരോധാനത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പേയളികിയ രാഷ്ട്രീയ വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാത്രമല്ല, എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വേണ്ടത് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? നേതാവ് കത്തി കയറുവാണല്ലോ. സാർ, 2 ആഴ്ചയായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ സാറിന് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേരളമാണോ? നിങ്ങൾക്കറിയാലോ, കറപുരളാത്ത കൈയാണിത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതറിയാം.
എത്ര വർഷമായി പണി തുടങ്ങിയിട്ട്? കൂടപ്പുറപ്പിനെയും കൂട്ടിക്കൊടുത്തു നീ അല്ലടാ. ദിവമാനല്ലാത്തൊരു കാരണം ഇന്ന് അറിയില്ലണ്ട. ഞാനല്ലണ്ട. ഇവിടുത്തെ ചില രീതികൾ ഇങ്ങനെ സാറുമാരെ പറച്ചിൽ കുറവാ, പണിയാ കൂടുതൽ. കൂടെ നടന്നതും നീയേ ചാപ്പ, കൂട്ടിക്കൊടുത്തതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ, കൊണ്ടുപോയി കേരളാവ് മരുന്നും ചത്ത്. വേണ്ട. വേണ്ട. അണ്ണാ, 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 രായപ്പണ്ണ, സോറി അണ്ണാ, ഇനി അങ്ങനെ ചെയ്യില്ലണ്ണ. ലുക്കു, അണ്ണാ, രായപ്പണ്ണ, ഇനി ഇവിടെ നിൽക്കണ്ടടാ പിള്ളേരെ, എങ്ങോട്ടെങ്കിലും പൊക്കോ, ചിലപ്പോൾ പണി കിട്ടും. പേടിക്കാനൊന്നുമില്ല. അതിൻ്റെ തുമ്പും തേടി ഈ കോളനിയിലേക്ക് ഒരുത്തനും വരത്തില്ല. വന്നാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കോളനിക്കാരില്ലാത്ത നിങ്ങളിവിടെ നിന്നാൽ സംഗതി മാറും. ആരും കാണാതെ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുക, അത് തന്നെയാ നല്ലത്.
പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതം. അവിടെ സൂപ്രണ്ടില്ല, ചന്തി ഒഴിപ്പിക്കുന്ന ചോറിലുമില്ല. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ, പിന്നൊരു അടിച്ചുപൊളി ജീവിതം. എനിക്ക് കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പയുടെ മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ഞങ്ങളെ സ്വപ്നം കണ്ടതെല്ലാം അങ്ങനെ വെറുതെ. ഒരു കണക്കിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നല്ലത്. ഈ മതിലിനേക്കാളും വലിയ മതിലുകളാണല്ലോ അപ്പുറത്ത്. ഇവിടെ പൊട്ടാസുകളാണെങ്കിൽ അവിടെ വലിയ വലിയ ബോംബുകളാണ്. പിന്നെയും നെഞ്ഞത്ത് വസ്ത്രം അടിച്ചില്ലേ? നമ്മളെ വീടി പത്തായും എങ്ങനെ പിന്നെയും മതിലടിക്കണ്ടോ? പോലീസ് പിടിച്ചാൽ ചിലപ്പോ നമുക്ക് നാളെ തന്നെ കാണാം. അവസാനം ഇങ്ങോട്ട് തന്നെ പോന്നില്ലേ? ഓന്തോടിയാൽ എവിടം വരിക മക്കളെ? സുഗുണേട്ടൻ ഇന്നലെ കിട്ടിയ സമ്മാന ഒടിഞ്ഞ കൈ. പക്ഷേ ഈ ഇവിടെ ഞങ്ങൾക്ക് അധികാലം താമസിക്കാൻ പറ്റൂല. ഞങ്ങളെപ്പോലെ പ്രായം വന്ന മുട്ടന്മാരെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരും. മുട്ടനായി വളർന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ വേറെ ഹോമുകളുണ്ടേ. പലരും അങ്ങോട്ട് എത്താറില്ലെന്ന് മാത്രം.